നാമത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 118 സങ്കീർത്തനം 17 തിരുവചനം: ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും. സങ്കീർത്തകന്റെ നിശ്ചയമായ തീരുമാനമായിരുന്നത്, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ എൻ്റെ കർത്താവിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും. ഞാൻ സാക്ഷ്യം നൽകുവാൻ വിളിക്കപ്പെട്ടവനാണെന്നുള്ള തിരിച്ചറിവ്. എൻ്റെ സഹോദര സഹോദരി, ഞാനും നിങ്ങളും പ്രാപിക്കേണ്ടത് ഈ അഭിഷേകമാണ്. കർത്താവിൻ്റെ ധീരതയോടെ സാക്ഷ്യം നൽകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും ഏറ്റു പറയാം, ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും. ഈ തീരുമാനത്തോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇത് കൃപയുടെ സമയമാണ്. നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്തുമാവട്ടെ, അതിന് തീർപ്പ് നൽകാൻ കഴിയുന്നവനാണ് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവായ യേശു. ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ലോകമെമ്പാടും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുവാൻ, ലോകരാജ്യങ്ങളിൽ, പഞ്ചഭൂഖണ്ഡങ്ങളിൽ, എല്ലാ ജനപദങ്ങളിലും കർത്താവിന്റെ സുവിശേഷത്തിന്റെ തീ പടരുവാൻ ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിന്ന് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഇന്നും ജീവിക്കുന്നവനായ കർത്താവിന്റെ തിരുനാമം വിളിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ധീരതയോടെ കർത്താവിന് സാക്ഷ്യം നൽകുവാനുള്ള ആത്മശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി പാടി പ്രാർത്ഥിക്കുകയാണ്. സുവിശേഷത്തിന്റെ തീ രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ, ജനപദങ്ങളിൽ കത്തിപ്പടരട്ടെ. ഈ നാളുകളിൽ ഞാനും നിങ്ങളും കർത്താവിന്റെ വചനത്തിന്റെ തീക്കാറ്റുകളാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ലോകം എമ്പാടുമുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെ പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ, സുവിശേഷ പ്രവർത്തനങ്ങളെ കൂടുതൽ ബലപ്പെടുത്തണമേ. എല്ലാ മിഷണറിമാരെയും കാലഘട്ടത്തിന് അഭിഷേകത്താൽ ഉജ്ജ്വലിപ്പിക്കണമേ. കം കം ഹോളി സ്പിരിറ്റ്. കരമടിച്ചു പാടാം. ഉണരൂ ഉണരൂ തിരുസഭയെ, യേശുവിനെ ഘോഷിക്കുവാൻ. ഉണരൂ ഉണരൂ ദൈവജനമേ, യേശുവിനെ ഉയർത്തിടുവാൻ. ഉണരൂ ഉണരൂ തിരുസഭയെ, യേശുവിനെ ഘോഷിക്കുവാൻ. ഉണരൂ 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 ദൈവജനമേ, യേശുവിനെ ഉയർത്തിടുവാൻ. യേശുവിനെ ഉയർത്തിടുവാൻ. ഭാരതമാകവേ അഭിഷേകത്തി കാറ്റായി വീശിടുവാൻ. ഭൂതലമാകവേ സുവിശേഷത്തി മഴയായി പെയ്തിടുവാൻ. യേശുവേ, അഭിഷേകം മഴ രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ പെയ്യിക്കണമേ.
ഹല്ലേലൂയ. ഫലമാകവെ സുവിശേഷ മഴയായി പെയ്തിടുവാൻ ഞാനും അതിലൊരു പങ്കാളി, യേശുവിന്റെ പോരാളി. ഞാനും അതിലൊരു പങ്കാളി, യേശുവിന്റെ കുടുംബമായി സുവിശേഷ വേലയ്ക്കായി കർത്താവെ അനോയിന്റ് ചെയ്യണമേ. സമർപ്പിത സമൂഹങ്ങളെ, വൈദിക സമൂഹങ്ങളെ, യുവജനങ്ങളെ, കുഞ്ഞുങ്ങളെ കർത്താവെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. സാക്ഷികളാകാൻ, വിറ്റ്നസ് ചെയ്യാൻ ലോർഡ് അനോയിന്റ് us. പോരാളി, യേശുവിന്റെ പോരാളി. ഇരു കരങ്ങളും ഉയർത്തി കൊടുക്ക ശക്തിയോടെ ഈ ആത്മശക്തിക്കായി, ഈ അഭിഷേക നിറവിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഓ സ്വർഗീയ കാറ്റേ, ദൈവത്തിന്റെ തീയെ ആഞ്ഞടിക്കുക, കത്തിപ്പടരുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകരാജ്യങ്ങളിൽ, പഞ്ചഭൂഖണ്ഡങ്ങളിൽ, എല്ലാ ജനപദങ്ങളിലും അഭിഷേക കാറ്റായ പരിശുദ്ധാത്മാവേ വീശിയടിക്കണമേ. ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ. കർത്താവിന്റെ വചനത്തിന്റെ മുന്നേറ്റത്തെ തടയുന്ന പൈശാചിക ശക്തികള്, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, അന്ധകാര പോരുകള്, നാരിക ദുർഭൂത സേനകള് പരിശുദ്ധാത്മ ശക്തിയാൽ, പരിശുദ്ധാത്മ അഗ്നിയാൽ, പരിശുദ്ധാത്മ അഭിഷേകത്താൽ ചിന്ന ഭിന്നമായി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിക, വരിക, വരിക പരിശുദ്ധാത്മാവേ. പതിനായിരങ്ങളെ, ജനലക്ഷങ്ങളെ കർത്താവിനായി സാക്ഷ്യം നൽകുവാൻ അനോയിന്റ് ചെയ്യണമേ. കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് സുവിശേഷ വേലയിൽ ആയിരങ്ങളെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, കൂട്ടായ്മകൾ അനുഗ്രഹിക്കണമേ. സമർപ്പിത സമൂഹങ്ങൾ, യുവജനങ്ങളെ എല്ലാം സുവിശേഷത്തിന്റെ തീനാവുകളാക്കി അഭിഷേകത്തിന്റെ തീ കൊടുത്ത് അനേകമായിരങ്ങളെ തിരുസഭയിൽ നിന്ന് ഉണർത്തണമേ. വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ. പന്തക്കോസ്തയുടെ ശക്തിയായി ഈ സമൂഹത്തിൽ വന്നു നിറയണമേ. താങ്ക് യു ജീസസ്. ഒരിക്കൽ കൂടെ കരങ്ങൾ പരസ്പരം കോർത്തു പിടിച്ച് ആത്മനിറവോട് നമ്മൾ ഏറ്റുപറയുന്നു. ഞാനും അതിലൊരു പങ്കാളി, യേശുവിന്റെ പോരാളി. അഭിമാനത്തോടെ ഏറ്റുപറഞ്ഞേ. കർത്താവിന്റെ വേല ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ വലിയൊരു നന്മ നമുക്ക് ലഭിക്കാനില്ല പ്രിയപ്പെട്ടവരെ. പോരാളി, യേശുവിന്റെ പോരാളി. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. വചനത്തിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവേ, അമ്മ സുവിശേഷവൽക്കരണത്തിന്റെ നക്ഷത്രമാണല്ലോ. സഭ മക്കളായി ഞങ്ങളേവരും സുവിശേഷത്തിന്റെ തീനാവുകളായി പ്രകാശിതരാകുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, സഭയുടെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൽ നമ്മെ ശക്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയോടെ ആയിരിക്കാം. സാധിക്കുന്നവർ വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് ഈ തിരുവചന വേദിയിൽ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനവും അഭിഷേകമായി മാറുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് നിർഭയം സാക്ഷ്യം നൽകുക. നിർഭയം സാക്ഷ്യം നൽകുക. കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യതയുള്ള കാലയളവാണ്. ദൈവത്തിൻ്റെ ജനം പരിശുദ്ധാത്മ ശക്തിയോടെ കർത്താവിനെ സാക്ഷ്യം നൽകേണ്ട നാളുകളാണിത്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ സഭാഭരണ കാലത്ത് ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞു, ഇത് വിശുദ്ധീകരണത്തിൻ്റെയും ആത്മീയമായ ഒരുക്കത്തിൻ്റെയും ദൈവകരുണയുടെയും സുവിശേഷവൽക്കരണത്തിൻ്റെയും നാളുകളാണ്.
ദൈവത്തിൻ്റെ ജനം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇവാഞ്ചലൈസേഷൻ ചെയ്യേണ്ട നാളുകൾ. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം ശക്തിപ്പെട്ടു വരുന്നതായി നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഭാ ചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാത്ത വിധത്തിൽ സുവിശേഷ പ്രവർത്തനങ്ങളെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുന്നു. ലോകരാജ്യങ്ങളിലേക്ക്, പഞ്ചഭൂഖണ്ഡങ്ങളിലേക്ക്, ജനപദങ്ങളിലേക്കെല്ലാം കാട്ടുതീ പോലെ ആർക്കും അണയ്ക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ തീ ഇന്ന് പടർന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരങ്ങൾ, പതിനായിരങ്ങളല്ല, ജനലക്ഷങ്ങളാണ് ഈ തീ ആത്മാവിലേക്ക് ഏറ്റെടുത്ത് കർത്താവിൻ്റെ സുവിശേഷ വേലയിൽ പങ്കുകാരായി മാറിക്കൊണ്ടിരിക്കുന്നത്. ശലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 4-ാം തിരുവചനം. എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. ഈ തിരുവചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ്? നമ്മൾ ഈ വചനം ഒന്ന് ശ്രദ്ധാപൂർവം നോക്കിക്കേ. ശരീരത്തിൽ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. കർത്താവ് നമ്മളെ എൻകറേജ് ചെയ്യുകയാണ്. നിർഭയം സാക്ഷ്യം നൽകുവാനുള്ള ഉത്തേജനമാണ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. കർത്താവിനെ സാക്ഷ്യം നൽകുവാൻ നമ്മൾ ആരെയും ഭയപ്പെടേണ്ട. ഒരു സാഹചര്യത്തെയും നമ്മൾ കണ്ടുകൊണ്ട് അസ്വസ്ഥരാകേണ്ട. നമ്മുടെ കർത്താവ് സകലത്തിനും മതിയായവനും സർവശക്തനുമായ ദൈവമാണ്. യെശയ്യാ പ്രവചനം 43:10 കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. ഇന്ന് തിരുസഭയിലൂടെ ധാരാളം വചന ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുക. ഈ ശുശ്രൂഷകളെല്ലാം എന്തിനാണ് കർത്താവ് നമുക്ക് തരുന്നത്? നമ്മൾ സാക്ഷികളാകാനാണ്. എന്തുമാത്രം വചന സത്യങ്ങളാണ് യൂട്യൂബിലൂടെ, മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ, ടെലിവിഷൻ മാധ്യമത്തിലൂടെ, അതുപോലെ തന്നെ പല ആത്മീയ പ്രസിദ്ധീകരണങ്ങളിലൂടെയെല്ലാം എന്തുമാത്രം വചന സത്യങ്ങൾ കർത്താവ് നമ്മളെ കേൾപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ ഇതെല്ലാം നമ്മൾ അനുഭവിച്ചിട്ടും സാക്ഷ്യം നൽകുന്ന കാര്യത്തിൽ ഇന്ന് അനേകരെ പിന്മാറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്തിനാ വെറുതെ ഈ പൊല്ലാപ്പിന് പോണേ? ഞാൻ കർത്താവിനെ കുറിച്ച് പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും? എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ നാട്ടുകാരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ബന്ധുമിത്രങ്ങൾ, അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ച് മനുഷ്യരെ ഭയപ്പെട്ട്, സാഹചര്യങ്ങളെ ഭയന്ന് സാക്ഷികളാകാൻ വിളിക്കപ്പെട്ട അനേകർ ഇന്ന് സാക്ഷ്യം നൽകാതെ പിന്മാറ്റത്തിലേക്ക് പോകുന്നു. കർത്താവിൻ്റെ ഹൃദയത്തെ ഒരുപാട് നൊമ്പരപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് ദൈവമക്കളെ. ഇത് കർത്താവിൻ്റെ വേദനയാണ്. കർത്താവിനെ വേദനിപ്പിക്കാൻ നമ്മൾ ബ്ലാക്ക് മാസ് ചെയ്യേണ്ട ആവശ്യമില്ല. കർത്താവിനെ വേദനിപ്പിക്കാൻ നമ്മൾ മറ്റ് മാരകമായ പാപങ്ങളിൽ മുഴുകേണ്ട ആവശ്യമില്ല. സാക്ഷ്യം നൽകാൻ വിളിക്കപ്പെട്ടവരെ സാക്ഷ്യം നൽകുന്നില്ലെങ്കിൽ അത് കർത്താവിൻ്റെ ഹൃദയത്തെ ഒരുപാട് സങ്കടപ്പെടുത്തുന്നുവെന്ന് ഈ വചനങ്ങൾ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 1:8 ഇതേ സത്യം വീണ്ടും കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അതിൻ്റെ അവസാനത്തിൽ കർത്താവ് പറയാണ്, നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. മൈ വിറ്റ്നസസ്. ലോകം മുഴുവനിലും നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. അപ്പോസ്തല പ്രവർത്തനം 2:32 പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പെന്തക്കോസ്ത് ദിവസം കടന്നു വന്ന ജനക്കൂട്ടത്തെ നോക്കി പത്രോസ് അപ്പോസ്തലൻ വിളിച്ചു പറയാണ്, ആ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. ഈ കാര്യങ്ങൾക്കെല്ലാം ഞങ്ങൾ സാക്ഷികളാണ്. ഞങ്ങൾ അവനെ കണ്ടവരാണ്. അവൻ്റെ ക്രൂശുമരണം ഞങ്ങൾ കണ്ടതാണ്. അവൻ്റെ ഉദ്ധാനത്തെ ഞങ്ങൾ സാക്ഷ്യം വഹിച്ചതാണ്. അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് ഞങ്ങൾ കണ്ടനുഭവിച്ചവരാണ്. ഞങ്ങൾക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഈ സംഭവങ്ങൾക്കെല്ലാം സാക്ഷികളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പത്രോസ് പറഞ്ഞത് എത്ര കൃത്യമായ കാര്യം. നമുക്ക് എന്തുമാത്രം ദൈവാനുഭവങ്ങൾ കർത്താവ് തന്നു. അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ, സൗഖ്യങ്ങളിലൂടെ, ഭൗതികമായ നന്മകളിലൂടെ, ആത്മീയ കൃപകളിലൂടെ എന്തുമാത്രം പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തി.
എന്തുമാത്രം കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാനുള്ളത്. എത്ര ആനന്ദത്തോടെ കർത്താവിനെ സാക്ഷ്യം നൽകാൻ 100 അനുഭവങ്ങൾ സ്വർഗം നമുക്ക് തന്നില്ലേ. എന്നിട്ടും എന്തേ നമ്മൾ സാക്ഷികളാകാൻ മടിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ വിഷയം എന്താണെന്നറിയോ? ഭയമാണ്. ഇത് പിശാചിന്റെ വലിയ കെണിയാണ്. ഇതൊരു ഡിസീവിങ് സ്പിരിറ്റാണ്. ദൈവജനത്തിൻ്റെ ഉള്ളിലേക്ക് ഭയത്തിൻ്റെ അരൂപിയെ ഇന്ന് പിശാച് പകർന്നുകൊണ്ടിരിക്കുക. ഭയം നമ്മളെ തളർത്തിക്കളയും. നമ്മൾ പാരലൈസ്ഡ് ആകും. നമ്മൾ പലരും ചിന്തിക്കുന്നത്, എന്തിനാ വെറുതെ പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കുന്നത്? ഒരു പ്രശ്നവുമില്ല ദൈവമക്കളെ. അവിവേകം കാണിക്കാനല്ല ഈ ശുശ്രൂഷയിലൂടെ പങ്കുവെക്കുന്നത്. ദൗത്യം മറന്ന് ജീവിക്കരുത്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന യൂണിവേഴ്സൽ മിഷൻ എന്താണ്? പ്രീച്ച് ദ ഗോസ്പൽ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക. ഇത് സഭയുടെ സാർവത്രികമായ ദൗത്യമാണ്. ഈ ദൗത്യമാണ് കർത്താവ് തന്റെ സഭയ്ക്ക് നൽകിയത്. ഈ ദൗത്യമാണ് സഭയിലൂടെ പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ദൗത്യത്തിൽ പങ്കുകാരായിട്ടാണ് ഈശോ നമ്മൾ വിളിച്ചിരിക്കുന്നത്. ആത്മാവ് നമ്മൾ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ഇത് മറന്ന് ആരൊക്കെ ജീവിക്കുന്നുവോ അവർക്ക് ദുരിതമെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ദുരിതം മാറാത്തതിന് കാരണം, നമ്മുടെ പല സങ്കടങ്ങളും പരിഹരിക്കപ്പെടാത്തതിന് കാരണം, നമ്മുടെ പല പ്രശ്നങ്ങൾക്കും തകർച്ചകൾക്കും ഉത്തരം കിട്ടാത്തതിന് കാരണം നമ്മൾ ഉപവസിക്കാഞ്ഞിട്ടല്ല, നമ്മൾ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, നമ്മൾ കൗദാശിക ജീവിതം നയിക്കാഞ്ഞിട്ടല്ല. പലപ്പോഴും നമ്മൾ ദൗത്യം മറന്ന് ജീവിക്കുകയാണ്. എന്താണ് ദൗത്യം? സുവിശേഷത്തിന് സാക്ഷ്യം നൽകുക, കർത്താവിനെ പ്രഘോഷിക്കുക. ദൈവം നമ്മൾ നിർത്തിയിരിക്കുന്ന മേഖലകളിൽ ധീരതയോടെ കർത്താവിനെ ഉയർത്തുവാനുള്ള കമ്മിറ്റ്മെന്റ് ഈ കാലഘട്ടത്തിലെ സഭാമക്കളായ നമുക്കുണ്ടാകണം. മാനുഷികമായ ഭയമാണ് ഇന്ന് അനേകരെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് മനുഷ്യരോടുള്ള ഭയമാണ്. ഇതിനെക്കുറിച്ച് എന്താ വചനം പഠിപ്പിക്കുന്നത്? സുഭാഷിത പുസ്തകം 29 അധ്യായം 25 വചനമാണ്. സുവിശേഷ വേലയിൽ മുന്നോട്ട് പോകാത്തതിന് കാരണം മനുഷ്യരോടുള്ള ഈ ഭയമാണ്. ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ? ഞാൻ ഈ വേല ചെയ്താൽ എൻ്റെ ഭാവി എന്താകും? എൻ്റെ കുടുംബം എന്താകും? എൻ്റെ മക്കളുടെ പഠനം, അവരുടെ ജീവിതം, അവരുടെ ആരോഗ്യം, അവർക്ക് വേണ്ട നന്മകൾ, ഇതിനെക്കുറിച്ചുള്ള അനാവശ്യമായ ചിന്തകൾ മൂലം അനേകര് ലോകത്തിൻ്റെ വ്യഗ്രതകളിൽപ്പെട്ട് ഈ പ്രയോറിറ്റി, ഇത് മുഖ്യമായ പ്രയോറിറ്റിയാ, അത് മാറ്റിക്കളയുകയാണ്. ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് യെശയ്യാ പ്രവചനം 2:22 ശ്രദ്ധിക്കുക. മനുഷ്യനിൽ നീ വിശ്വാസമർപ്പിക്കരുത്, അവനൊരു ശ്വാസം മാത്രം. ഈ മനുഷ്യന് എന്തുണ്ട് ദൈവമക്കളെ? ചെസ്റ്റിലൊരു പെയിൻ വരുന്നു, ഇതാ മറിഞ്ഞു വീണ് താഴേക്ക് വീഴുന്നു, അതോടുകൂടി ജീവൻ തീരുന്നു. ഇത്രയുള്ള മനുഷ്യ ജീവിതം. നമ്മൾ ശ്വസിക്കുന്ന ഓരോ ശ്വാസവും കർത്താവ് തരുന്ന ബോണസാന്ന് മനസ്സിലാക്കണം. ഇത് കർത്താവിൻ്റെ കാരുണ്യമാണ്. ഈ ഒരു വെളിപാട് ഹൃദയത്തിൽ പ്രകാശിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരെ നോക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കത്തില്ല. മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടലുകൾ ചെയ്യത്തില്ല. മനുഷ്യരിൽ ആശ്രയിച്ചുകൊണ്ട് മാനുഷിക പ്രീതിക്ക് വേണ്ടി നമ്മൾ അതും ഇതും ചെയ്ത് സമയം കളയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ സത്യം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓണർഷിപ്പ് കർത്താവിൻ്റെ കരങ്ങളിലാണ്. കർത്താവാണ് ഈ ജീവിതം തന്നിരിക്കുന്നത്. കർത്താവിൻ്റെ രക്തത്തിന് വിലയാണ് ഈ ജീവൻ. അങ്ങനെയാണെങ്കിൽ ഈ ജീവിതം ആർക്കുള്ളതാണ്? ഈ ജീവിതം ആരെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ളതാകണം? ഈ ജീവിതം ആർക്ക് സാക്ഷ്യം നൽകുന്നതാകണം? ഇതാണ് പ്രവാചകൻ പറയുന്നത്. നീ മനുഷ്യരിൽ വിശ്വാസം അർപ്പിക്കരുത്, അവനൊരു ശ്വാസം മാത്രമേ ഉള്ളൂ. മനുഷ്യരെ നീ ഭയപ്പെടരുത്, അത് കെണിയാണെന്ന്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ, ആയിരിക്കുന്ന മേഖലകളിൽ കർത്താവിന് കൊടുക്കുവാനുള്ള ഒരു ചങ്കൂറ്റം നമുക്കുണ്ടാകണം. ഇതിൽ അനേക യുവജനങ്ങളുണ്ട്. എൻ്റെ അനുജന്മാർ, അനുജത്തിമാരെ, നിങ്ങളുടെ യൗവനം കർത്താവിനെ കൊടുക്കണം. നിങ്ങൾ പരിശുദ്ധാത്മൻ്റെ കൊടുങ്കാറ്റുകളാകണം. കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി നിങ്ങളുടെ യൗവനത്തിലൂടെ, നിങ്ങളുടെ മുൻപിലുള്ള അനന്തമായ സാധ്യതകളിലൂടെ നിങ്ങൾ കർത്താവിൻ്റെ ശുശ്രൂഷകരാകണം. സഭയ്ക്ക് വലിയ വളർച്ചയുണ്ടാകും. പിശാചിൻ്റെ പിടിയിൽ നിന്ന് അനേകം ജീവിതങ്ങൾ നിത്യജീവന്റെ പ്രത്യാശയിലേക്ക് കടന്നു വരും.
മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വചനങ്ങൾ. യേശു പറയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുക. 20-ാമത്തെ വചനം നമുക്കൊരുപാട് ആനന്ദം തരുന്നതാ. ഒരു പ്രതികൂലത്തെയും കണ്ട്, ഒരു വെല്ലുവിളിയെയും കണ്ട്, നമ്മുടെ മുൻപിലുള്ള പ്രതിബന്ധങ്ങളെ കണ്ട്, ഇനി ഏറെ ദൂരം മുന്നോട്ട് പോകാനുണ്ടല്ലോ എന്നുള്ള മടുപ്പിക്കുന്ന ചിന്തകളെ വിട്ടുകളഞ്ഞുകൊണ്ട് കർത്താവ് തരുന്ന ഈ ഉറപ്പിൽ ഹൃദയം ഉറപ്പിക്കുക. എന്താണ് യേശു പറയുന്നത്? യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഇതിനേക്കാൾ വലിയൊരു ഉറപ്പ് നമുക്ക് കിട്ടാനുണ്ടോ? കാലത്തിന് അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. എല്ലാ അധികാരവും എൻ്റെ കരങ്ങളിലാണ്. ഈ വചനങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ നമുക്കറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒറീസയിൽ കണ്ടമാലിൽ ക്രൈസ്തവർക്ക് നേരെ നടന്ന പീഡനങ്ങൾ. ഈ പീഡനത്തിൽ ഒരു ചെറുപ്പക്കാരൻ, രാജേഷ് തിങ്കൾ എന്നാണ് അവൻ്റെ പേര്. അവൻ നല്ല ചുറുചുറുക്കുള്ള ഒരു സുവിശേഷ പ്രഘോഷകനായിരുന്നു. തൻ്റെ ഗ്രാമത്തിൽ പീഡകർ കടന്നു വന്ന് തൻ്റെ ഗ്രാമവാസികളെ പീഡിപ്പിക്കുന്ന വാർത്ത കേട്ടപ്പോൾ തെല്ലും ഭയം കൂടാതെ, അസ്വസ്ഥനാകാതെ തൻ്റെ ഗ്രാമത്തിലേക്ക് അവൻ കടന്നു ചെല്ലുകയാണ്. അവൻ ബസ്സിൽ കയറി തൻ്റെ ഗ്രാമത്തിലേക്ക് പോകുന്ന സമയത്ത് ആക്രമകാരികൾ ആ ബസ്സിലേക്ക് ചാടിക്കയറുകയാണ്. ഇവനെ കണ്ട മാത്രം അവർക്ക് മനസ്സിലായി ഇവനൊരു ക്രിസ്ത്യാനിയാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ആ ബസ്സിൽ നിന്ന് അവനെ ചവിട്ടി താഴേക്ക് തള്ളിയിടുകയാണ്. ഈ പീഡകരെ അവൻ്റെ അരികിൽ ചെന്ന് ചോദിച്ചു, നീ യേശു ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നുവോ അതോ നീ മരിക്കാൻ തയ്യാറാകുന്നുവോ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇതാണ് നിർഭയം സാക്ഷ്യം നൽകണം. നമുക്ക് ഒരേ ഒരു ജീവിതമുള്ളൂ. അതെങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കാനുള്ളതല്ല. ജീവിക്കേണ്ടതുപോലെ ജീവിച്ച്, ഈ ജീവിതത്തിന് നന്മകൾ അനുഭവിച്ച്, ഈ ജീവിതം തന്നവന് വേണ്ടി ജീവിക്കുവാനുള്ളതാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ ഭൂമിയിലുള്ള നമ്മുടെ കൊച്ചു ജീവിതം. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ആത്മശക്തിയിൽ, ഞാൻ എൻ്റെ കർത്താവിനെ വിട്ടുപേക്ഷിക്കുകയില്ല. മരിക്കേണ്ടി വന്നാലും ഞാൻ യേശുവിനെ തള്ളിപ്പറയുകയില്ല. ഈ പീഡകർ അവൻ്റെ ചെകിടത്തടിച്ച് അവൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി അവൻ്റെ മുടി പിടിച്ച് വലിച്ചു. അവൻ ഒരുപാട് മർദ്ദിച്ചു. ഈ മർദ്ദനത്തിന് നടുവിലും ഭയം കൂടാതെ ആത്മാവിൽ ആനന്ദിച്ച് അവൻ ധീരതയോടെ കർത്താവിന് സാക്ഷ്യം നൽകുകയാണ്. അവസാനം ഈ പീഡകർക്ക് മനസ്സിലായി ഇവൻ്റെ മനസ്സ് മാറ്റാൻ എളുപ്പമല്ലെന്ന്. അവരൊരു വലിയ കുഴി കുഴിച്ചു. ആ കുഴിയിൽ ഈ ചെറുപ്പക്കാരനെ ഇറക്കി നിരത്തിയിട്ട് അവൻ്റെ കഴുത്ത് വരെ മണ്ണിട്ട് മൂടി. വെറും 26 വയസ്സ് മാത്രം പ്രായമുള്ള രാജേഷ് തിങ്കൾ, അവൻ്റെ കഴുത്ത് മാത്രം പുറത്തു നിൽപ്പുണ്ട്, തല മാത്രം. അവനോട് ചോദിച്ചു, അവസാനമായി ചോദിക്കുക, നീ യേശുവിനെ ഉപേക്ഷിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, മരിക്കേണ്ടി വന്നാലും ഞാൻ എൻ്റെ കർത്താവിനെ വിട്ടുകളയുകയില്ല. നിത്യജീവന്റെ പ്രത്യാശയിൽ നിറഞ്ഞ് ഭയം കൂടാതെ ആ ചെറുപ്പക്കാരൻ കർത്താവിന് സാക്ഷ്യം നൽകി. ഇതിൽ കലിപൂണ്ട പീഡകര് അവിടെ കിടന്നിരുന്നൊരു വലിയ കല്ലെടുത്ത് ആ കല്ലുകൊണ്ട് ഇവന്റെ തല ഇടിച്ച് ഇവന്റെ തല പൊട്ടി രക്തം വാർന്ന് വരികയാണ്. പ്രിയപ്പെട്ടവരെ, ആ തല പൊട്ടി ആ ചെറുപ്പക്കാരൻ കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്യം. ആദിമസഭയിൽ എസ്തഫാനോസിനെ പോലെ ഞാൻ വിശ്വസിക്കുന്നു അവൻ ഈ കാലഘട്ടത്തിൽ എസ്തഫാനോസ് ആണ്. 26 വയസ്സുള്ളൂ. അവൻ സുഖമായി കർത്താവിനെ ഒന്ന് തള്ളിക്കളഞ്ഞിരുന്നുവെങ്കിൽ വേണമെങ്കിൽ ഈ ലോകത്തിൻ്റെ സുഖങ്ങളും നിറങ്ങളും വർണ്ണങ്ങളും അനുഭവിച്ച് ലോകം ചിന്തിക്കുന്നത് പോലെ സുന്ദരമായി ജീവിക്കാമായിരുന്നു. അവന് മനസ്സിലായി, ആ ചെറുപ്പക്കാരൻ കണ്ടുമുട്ടി തൻ്റെ രക്ഷിതാവായ കർത്താവിനെ. ഈ ജീവിതം അവന് നൽകുന്നതിനേക്കാൾ വലിയൊരു നന്മയും ആനന്ദവും തനിക്ക് ലഭിക്കാനില്ല എന്നുള്ള അവൻ്റെ ഉറച്ച ബോധ്യം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇതും ഒരു കെട്ടുകഥ പറഞ്ഞതല്ല. ഇന്ന് ഇതുപോലെ 10,000-കണക്കിന് ജീവിതങ്ങൾ, അനേക യുവജനങ്ങൾ, എല്ലാ യുവജനങ്ങളും നശിച്ചു പോയിട്ടില്ല. എല്ലാവരും പാപത്തിനും പിശാചിനും പിടിയിലല്ല, കർത്താവിൻ്റെ പരിശുദ്ധിയിലെ സുവിശേഷത്തിൻ്റെ തീനാവുകളായി ധീരതയോടെ കർത്താവിന് സാക്ഷ്യം നൽകുന്ന 1000-കണക്കിന് യുവജനങ്ങൾ
ഈ നാളുകളിൽ തിരുസഭയിലുണ്ട്. അവരാണ് സഭയുടെ ശക്തി. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ എൻ്റെ മേൽ അഭിഷേകത്തിൻ്റെ വലിയ വലിയ ചലനങ്ങൾ ഉണ്ടാവുകയാണ്. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് യുവജനങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. അനേകം ദമ്പതിമാരുണ്ട്. വിശുദ്ധിയുള്ള ഒത്തിരി സമർപ്പിതരുണ്ട്. വിശുദ്ധിയുള്ള സുവിശേഷ ദർശനമുള്ള വൈദികർ സഭയിലുണ്ട്. ഇതാണ് സഭയുടെ ശക്തി. ലൂക്കായുടെ സുവിശേഷം 12:9, എന്നെ പ്രതിയോ എൻ്റെ വചനങ്ങളെ പ്രതിയോ ലജ്ജിക്കുന്നവനെ എൻ്റെ പിതാവിൻ്റെ മുൻപിലും എൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ വെച്ച് ഞാനും ലജ്ജിക്കുമെന്നുള്ള കർത്താവിൻ്റെ വാക്കുകൾ നമ്മൾ ആരും മറന്നു പോകരുത്. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, ഈ വചനത്തിൽ നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കർത്താവിനെ പ്രതിയോ കർത്താവിൻ്റെ വചനത്തെ പ്രതിയോ ആരെല്ലാം ലജ്ജിക്കുന്നുവോ അവരെ പ്രതി കർത്താവ് തൻ്റെ പിതാവിൻ്റെ മുൻപിലും തൻ്റെ ദൂതന്മാരുടെ മുൻപിലും ലജ്ജിക്കുമെന്ന് വ്യക്തമായി പറഞ്ഞു വെച്ചിരിക്കുക. ഞാൻ അവസാനിപ്പിക്കുക പ്രിയപ്പെട്ടവരെ, ദൗത്യം മറന്ന് ജീവിക്കരുത്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി സുവിശേഷ വേലയിൽ നമ്മൾ കമ്മിറ്റഡ് ആകണം. കർത്താവിൻ്റെ പ്രത്യാഗമനത്തെ ത്വരിതപ്പെടുത്തുവാൻ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, സഭയുടെ നന്മയ്ക്ക് വേണ്ടി, നശിക്കുന്ന ഓരാത്മാവിനെയും യേശുവിനായി നേടുവാനുള്ള ആഗ്രഹത്തോടെ സുവിശേഷ വേലയ്ക്കായി മുന്നോട്ട് പോവാ. 10,000 ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, എൻ്റെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട വന്യവൈദികരെ, എൻ്റെ യുവജനങ്ങളെ, ഞാൻ ആത്മാവിൽ പറയട്ടെ, ഇത് കർത്താവ് നൽകുന്ന വിളിയാണ്. ഈ വിളിയോട് യെസ് പറഞ്ഞ് ഒരു സമർപ്പണത്തിന് തയ്യാറാണ്. ഐ ആം റെഡി. കർത്താവേ, ഞാൻ റെഡിയാണ്, ഞാൻ തയ്യാറാണ്. കർത്താവേ, നിന്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ ഭരമേൽപ്പിക്കുന്നു. ഈ ഒരു സമർപ്പണത്തോടെ നമുക്ക് മുന്നോട്ട് വരാം. നമ്മൾ പിന്മാറ്റത്തിലേക്ക് പോകരുത്. സാഹചര്യങ്ങളെ കണ്ട് ഭയപ്പെടരുത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ സാഹചര്യങ്ങൾ നമുക്കൊന്നും എതിരല്ല പ്രിയപ്പെട്ടവർ. അവിടെ ഇവിടെയും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളെ കണ്ട് നമ്മൾ ഭയപ്പെട്ട് പിന്മാറിപ്പോയാൽ എങ്ങനെ കർത്താവിൻ്റെ രാജ്യം വളരും? കർത്താവിനറിയാത്ത ജനകോടികൾ എങ്ങനെ യേശുവിൻ്റെ നിത്യമായ രക്ഷ സ്വന്തമാക്കും? നമ്മയാണ് കർത്താവ് സ്വപ്നം കാണുന്നത്. നമ്മിലാണ് കർത്താവ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. ഈ തലമുറയെ രക്ഷിക്കുവാൻ ഈ തലമുറ മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യം മറന്ന് നമ്മൾ ആരും ജീവിക്കരുത്. വെളിപാട് പുസ്തകം 21:8 പറയാണ്, ഭീരുക്കൾ, അവിശ്വാസികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, കാപട്യക്കാർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അവരുടെ അവകാശം നിത്യ നരകമായിരിക്കുമെന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. വ്യഭിചാരികൾ, മന്ത്രവാദികൾ, കൊലപാതകികൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാകും. ഭീരുക്കളെ, ഭയമുള്ളവരെ സ്വർഗത്തിൽ പ്രവേശിക്കില്ലെന്ന്. എന്താ ഈ ഭയം? പാമ്പിനെ കാണുമ്പോഴുള്ള പേടിയല്ല. ഇടിവെട്ട്, നല്ല ഇടി ഇങ്ങനെ മുഴങ്ങുമ്പോഴുള്ള നമുക്കുണ്ടാകുന്ന ആ മാനുഷികമായ ഭയമല്ല. ഈ ഭീരുത്വം എന്താണ്? കർത്താവിന് സാക്ഷ്യം നൽകാൻ അവസരങ്ങളും സാധ്യതകളും ലഭിച്ചിട്ടും മനുഷ്യരെ ഭയന്ന്, മനുഷ്യരെന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ച് ഞാനും നിങ്ങളും കർത്താവിനെ തള്ളിക്കളയുമ്പോൾ, ആ സാധ്യതകൾ നമ്മൾ അവഗണിച്ച് കളയുമ്പോൾ, പരിശുദ്ധാത്മ നമ്മൾ വിളിക്കുന്ന വിളി എന്താണെന്നറിയോ? ഭീരു, നീ ഭീരുവാണ്, നീ ഭീരുത്വമുള്ളവനും ഭീരുത്വമുള്ളവളുമാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഭീരുത്വം വിട്ടുമാറട്ടെ. ധൈര്യത്തിൻ്റെയും ആത്മശക്തിയുടെയും ആത്മാവാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൽ നിറയാൻ നമുക്ക് ആഗ്രഹിക്കാം. അഭിഷേകത്തിൻ്റെ നിറവിൽ നമുക്ക് കർത്താവിന് കൂടുതൽ സാക്ഷ്യം നൽകാം. കുടുംബമായി സാക്ഷ്യം നൽകുവാനുള്ള തീരുമാനത്തോടെ ഒരു സമർപ്പണത്തിനായി നമുക്കൊരുങ്ങാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മെ വിളിച്ചവനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവ് നിത്യസഹായകനാണ്. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം.